ദിവസം ഒരു ഷർജീൽ ഇമാമിനും ഉമർ ഖാലിദിനും ഒക്കെ ജാമ്യം നിഷേധിച്ചു കോടതി എന്ന് പറഞ്ഞിട്ട് JNUവിലെ കുറെ പിള്ളേരും കുറെ കമ്മികളും ഒക്കെ ഇവിടെ നിന്ന് സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? കമ്മികൾ മാത്രമല്ല, ഒരുപാട് മുസ്ലിം ലീഗുകാർ, ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇടുവാണ്. നിരപരാധികളായിട്ടും ഇവർക്കെതിരെയുള്ള കുറ്റം ഒന്നും തെളിയിക്കപ്പെടാനിട്ടും ഇവർ 5 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നത് ഒരു മനുഷ്യത്വരഹിത കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഷർജീൽ ഇമാമിന്റെ ഒരു പ്രസംഗം കാണിച്ചു തരാം. ഇത് യൂട്യൂബിലെല്ലാം എല്ലാവർക്കും വിസിബിൾ ആയിട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അതിന്റെ മലയാളം തർജ്ജമയുണ്ട്, കൃത്യമായിട്ട് വായിച്ചോളാം. 5 लाख लोग हमारे पास हो ऑर्गेनाइज्ड तो हम हिंदुस्तान और नॉर्थ ईस्ट को परमानेंटली कट कर सकते हैं। पर परमानेंटली नहीं तो कम से कम 1 महीने के लिए तो कट कर ही सकते हैं। मतलब इतना मवाद डालो पटरियों पर, रोड पे, उनको हटाने में 1 महीना लगे, है कि नहीं? जाए एयरफोर्स से असम को काटना हमारी जिम्मेदारी है। असम और इंडिया कट के अलग हो जाए, तभी ये हमारी बात सुनेंगे। असम में जो मुसलमानों का हाल है आपको पता है, CA नाफिज हो चुका है, वहाँ डिटेंशन कैंप में लोग डाले जा रहे हैं, है ना? और वहाँ तो खैर कत्लेआम चल रहे हैं। 6-8 महीने पता चलेगा सारे बंगालियों को मार दिया गया, हिंदू हो या मुसलमान, ठीक है? तो अगर हमें असम की मदद करनी है तो हमें असम का रास्ता बंद करना होगा फौज के लिए, समझ रहे हैं? फौज के लिए और जितने भी जो भी यहाँ से सप्लाई जा रहा है बंद करो। और वो बंद कर सकते हैं क्योंकि चिकन नेक्स्ट मुसलमानों का है, वो जो इलाका है मुस्लिम अक्सरियत है। കണ്ടല്ലോ, ബംഗ്ലാദേശികളെ അടിച്ചോടിക്കുന്നതിൽ പ്രതിഷേധമുള്ള നമ്മൾ ഒന്ന് വിചാരിച്ചാൽ ഇന്ത്യയുടെ ഒരു ഭാഗം വേർപെടുത്തി കുറച്ച് മാസത്തേക്കോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ വേർപെടുത്താൻ സാധിക്കുമെന്നൊക്കെ പബ്ലിക്കായിട്ട് പറയുന്ന ചിക്കൻ നെക്ക് മുസ്ലിങ്ങളുടെ ആണ് എന്ന് വരെ പറയുന്ന ഈ ഇന്ത്യക്കാരൻ, ഇയാൾ ഇന്ത്യൻ പൗരനാണ്, ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയൂ, ഈ വിഷ്വല് കണ്ടിട്ട് നിങ്ങൾ പറയൂ, വെറുതെ ആണോ ഇയാളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്? ഇയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അവർ രാജ്യത്തോടൊപ്പമാണോ അതോ രാജ്യവിരുദ്ധരാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?